വയസ്സുള്ളവരെ ചെറുപ്പക്കാരൻ ഈ ലോകത്തിന്റെ മധ്യഭാഗത്തിൽ വെച്ച് എന്തിനാണ് ക്രൂശിക്കപ്പെടുന്നത്? ആ യാഥാർത്ഥ്യമാണ് ക്രിസ്മസ് ആചരിക്കുന്ന സകല ആളുകളും ചിന്തിക്കേണ്ടത്. അവിടുന്ന് എന്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്നു? എന്തിനാണ് കന്യകാ ജനനം? അവിടുന്ന് എന്തിനാണ് ജനിച്ചത്? അവിടുന്ന് എന്തിനാണ് പാപം കൂടാതെ അവിടുന്ന് ജീവിച്ചു? അതെല്ലാം ആളുകൾക്ക് തെളിയിച്ചു. ഒരൊറ്റ കോടതിക്ക് ഒരു കാര്യവും ഉന്നയിക്കാൻ കഴിയാതെ അവിടുന്ന് പാപമില്ലാത്തവനെന്ന് തെളിയിച്ചു. പാപമില്ലാത്ത യേശുക്രിസ്തു എന്തിനാണ് കാൽവറി ക്രൂശിൽ അവിടുന്ന് ക്രൂശിതനാകുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് ഈ സന്ധ്യയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാൽവറി മനസ്സിലാകാതെ ആർക്കും ക്രിസ്മസ് മനസ്സിലാകത്തില്ല സുഹൃത്തുക്കളെ. കാൽവറിയിൽ നടക്കുന്നത് ഇന്ന് ഈ സന്ധ്യയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. പ്രിയരെ, വേദപുസ്തകം പറയുന്നത് മനുഷ്യരാശി മുഴുവനും പാപം ചെയ്ത് പാപികളാണ്. ഏകന്റെ ലംഘനത്താൽ മാനവജാതി മുഴുവനും പാപികളായി തീർന്നു. ആദം പാപം ചെയ്തത് നിമിത്തം ആദാമ്യ പരമ്പരയിൽ വരുന്ന മുഴു സന്തതികളും അവർ പാപം ചെയ്തു. വിശുദ്ധനായ ദൈവത്തോട് ഒരിക്കലും അടുക്കുവാൻ കഴിയാതെ മാനവരാ